ജീവജലനദിയേ ജീവജലനദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. ജീവജലനദിയേ ജീവജലനദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. ജീവജലനദിയേ ജീവജലനദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ മൂടണമേ, എന്നെ മൂടണമേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ മൂടണമേ, എന്നെ മൂടണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. ജീവജലനദിയേ ജീവജലനദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. ജീവജലനദിയേ ജീവജലനദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പഴയ നിയമപുസ്തകത്തിൽ ഇബ്രായ ഭാഷയിലുള്ള വാക്ക് പറയുമ്പം റൂഹാക്ക് എന്നുള്ള വാക്ക്. റൂഹാക്ക് എന്നുള്ള വാക്കിൽ നിന്നാണ് പരിശുദ്ധാത്മാവ്, റൂഹ എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കാറ്റ്, ആത്മാവ്, ദൈവത്തിൻ്റെ തേജസ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വാക്ക് ജീവജലം എന്നുള്ളതാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ക്രിസ്തു വന്ന് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഗിഫ്റ്റാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് സൗജന്യമാണ്, ദാനമാണ്, ഗിഫ്റ്റാണ്. ഇത് വില കൊടുത്ത് ആർക്കും വാങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഇതിനെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അത് തരുന്ന ആൾ സൗജന്യമായി നമുക്ക് നൽകുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്.
പിതാവിനോട് ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, തൃത്വത്തിൽ മൂന്നാമനായ ദൈവമാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും പരിശുദ്ധാത്മാവിനുണ്ട്. നിത്യനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അതെല്ലാ പ്രത്യേകതകളും എന്നും നിലനിൽക്കുന്ന ആളാണ്, മരണമില്ലാത്ത ആളാണ്. ആ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്ന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് തരികയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയാണ്, സകല സത്യത്തിലും വഴി നടത്തക്കത്. ഇവിടെ പക്ഷേ പരിശുദ്ധാത്മാവിനെ ജീവജലമായി കർത്താവ് പറയാണ്. ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ് യേശു കർത്താവ് പറയുന്നത്. ജീവൻ, നാശത്തിൻ്റെ ഒന്നും അവനിൽ പിന്നെ സംഭവിക്കുന്നില്ല. അവൻ ജീവൻ പ്രാപിക്കുന്നു മാത്രമല്ല, അനേകരെ ജീവനിലേക്ക് കൊണ്ടുവരും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ മരണത്തിൽ നിന്ന് മാറി ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിനെ ഒരാൾ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ പിശാചിൻ്റെ രാജ്യത്തു നിന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് രണ്ടും കാണാൻ കഴിയുന്നതല്ല. പിശാചിൻ്റെ രാജ്യവും ദൈവരാജ്യവും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ നാം കാണുന്ന ഈ ലോകത്തെക്കാൾ യാഥാർത്ഥ്യമാണ് കാണാത്തയോ ലോകം. അതുകൊണ്ട് പിശാചിൻ്റെ രാജ്യത്തു നിന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യമായ നിത്യ രാജ്യത്തിലേക്ക് വരും. അത് പരിശുദ്ധാത്മാവിൻ്റെ രാജ്യമാണ്. അവിടെ ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയാണ്, മഹാദിനമായ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയാണ്, ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ നമ്മളൊരു ദൈവദാസൻ്റെ അടുത്തോ ആരുടെ അടുത്തോ പോയിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ചെല്ലണം. അപ്പോൾ തന്നെ നമുക്കൊരു ദാഹം ഉണ്ടാകണം. അവിടെ പറയാണ്, ദാഹിക്കുന്നവനെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിട്ട് പറയാണ്, അങ്ങനെ എന്നിൽ ദാഹത്തോടുകൂടെ വന്ന് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്ന ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറും. എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസമാകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മളിലൂടെ ജീവജലത്തിൻ്റെ നദിയായി പുറത്തേട്ടത് വരും. അത് അനേകരെ ജീവിപ്പിക്കുന്നതായി മാറും. അപ്പോൾ ഇന്ന് ഈ ജീവജലത്തിൻ്റെ നദി നമുക്ക് പാനം ചെയ്യാം. യേശുക്രിസ്തുവിൻ്റെ അരികിൽ ചെല്ലാം. യേശുവിൽ കൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യാം. അങ്ങനെ വിശ്വസിക്കാം, നമ്മുടെ അകത്ത് അതുണ്ടെന്ന് വിശ്വസിക്കാം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ജീവജലത്തിൻ്റെ നദികളായി അത് പുറത്തോട്ട് വരും. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ്, അത്ര പ്രാധാന്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാം, പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ പ്രാപിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് വരട്ടെ. അതിനായി നമുക്ക് പരിശുദ്ധാത്മാവിന് ടോട്ടൽ കൺട്രോൾ നമ്മുടെ ബോഡിയുടെ കൊടുക്കാം, ഫുൾ കൺട്രോൾ, മുഴുവൻ നിയന്ത്രണം കൊടുക്കാം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പുറത്തു വരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായി ലഭിക്കുന്ന ആത്മാവിനെ, ആ ജീവജലത്തെ പ്രാപിക്കാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ നാമത്തിൽ ഇവർക്ക് ലഭിക്കട്ടെ. അപ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഈ ദിവസങ്ങളിൽ പുറത്തോട്ട് പോകട്ടെ. ഇവർ ജീവിക്കുന്നവരായി മാറട്ടെ. ഇവരിലൂടെ അനേകർ ജീവൻ പ്രാപിക്കട്ടെ, അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. ജീവജലനദിയേ, ജീവജലനദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. ജീവജലനദിയേ, ജീവജലനദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ,
ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ മൂടണമേ, എന്നെ മൂടണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. ജീവജല നദിയേ, ജീവജല നദിയേ ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ.